ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉറങ്ങിക്കിടന്ന സോഷ്യൽ മീഡിയ ആരാധകരെ ഉണർത്തുന്ന ഒരു പോസ്റ്റുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. അതൊരു ക്ലൂ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒന്നെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു പ്ലെയർ. എന്തായാലും പലരും പറയുന്നൊരു കാര്യമാണ് അത് അഡ്രിയാൻ ലൂണെ സൈൻ ചെയ്തതാണെന്ന്. എന്തായാലും അങ്ങനെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ അവിടെ ഒരു വൂൾഫ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, മൂണെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്തായാലും മൂണെന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ലൂണ എന്ന് എല്ലാവരും പറയുന്നത്. പിന്നെ അവിടെ ഒരു വൂൾഫ് എന്ന് പറയുന്ന ഒരു സംഭവം കിടപ്പുണ്ട്. സോ എനിക്ക് തോന്നുന്നു വൂൾഫുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പേരുകളാണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും നമ്മൾ കുറച്ച് താരങ്ങളുടെ മാനേജേഴ്സിൻ്റെയും അതായത് വൂൾഫുമായിട്ട് ബന്ധപ്പെട്ടൊരു പേര്, അതായത് അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പേരുള്ള താരങ്ങളും മാനേജറും ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഉള്ളത്. എന്തായാലും അവരിൽ ആരെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് വരാനുള്ള സാധ്യതകളുണ്ടോ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇത് വെറുതെ ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. സോ ആ ഒരു രീതി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. എന്തായാലും ഇവരാരും ഒരിക്കലും വരണമെന്നൊന്നുമില്ല. സോ വെറുതെ എന്താണ് വൂൾഫ് എന്ന പേര് വരുന്ന മാനേജർമാരുടെ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഹാൻസ് വൂൾഫ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ മാനേജറുണ്ട്. അദ്ദേഹം ജർമ്മനിയുടെ അണ്ടർ-20 ടീമിൻ്റെ മാനേജറാണ്. അത്യാവശ്യം നല്ല പൊസിഷൻ ഇരിക്കുന്ന മാനേജറാണ്. 43 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. അടുത്ത മാനേജർ എന്ന് പറയുന്നത് ആൻഡ്രിയാസ് വൂൾഫാണ്. അദ്ദേഹം ജർമ്മനിയുടെ നെറംബർഗ് എന്ന് പറയുന്ന ക്ലബിൻ്റെ ഒരു മാനേജറാണ്. എന്തായാലും 43 വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെയും പ്രായം എന്ന് പറയുന്നത്. അതായത് ഇവാൻ വുക്കമനച്ചിൻ്റെ പ്രായത്തിനോട് ചേർന്നിരിക്കുന്ന പ്രായമുള്ള 2 കോച്ചുമാരാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ആൻഡ്രിയാസ് വൂൾഫും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഹാൻസ് വൂൾഫും. സോ ഇവർ രണ്ടുപേരും ഒരു പ്രധാനപ്പെട്ട മാനേജർ ലിസ്റ്റിൽ വരുന്ന താരങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി പ്ലേയേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൈലർ വൂൾഫ് എന്ന് പറയുന്ന MLS അറ്റ്ലാന്റിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൈറ്റ് വിങ്ങർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 8 കോടി രൂപയാണ്. എന്തായാലും അദ്ദേഹം വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ റൈറ്റ് വിങ്ങറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ മാർക്കറ്റ് വാല്യൂ ഒക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല, ജസ്റ്റ് നമുക്ക് പേരുകൾ മാത്രമൊന്നും. ഒരു വ്യക്തി എന്ന് പറയുന്നത് മാരിയസ് വൂൾഫാണ്. അദ്ദേഹം ബുണ്ടസ് ലീഗ് കളിക്കുന്ന താരമാണ്. റൈറ്റ് ബാക്കാണ്. ജർമ്മനിക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. 28 വയസ്സാണ് പ്രായം. 40 കോടി രൂപയാണ് മാർക്കറ്റ് വാല്യൂ. റൈറ്റ് ബാക്കാണ്. വേണമെങ്കിൽ റൈറ്റ് വിങ്ങും കളിക്കും. നമുക്കറിയാം നമുക്ക് റൈറ്റ് വിങ്ങേഴ്സ് ഇല്ല. സോ വീണ്ടും മാരിയസ് വൂൾഫ് 40 കോടി ഒരു ചാൻസും ഇല്ലെന്നറിയും, വെറുതെ പറയുകയാണ് ഞാൻ. പിന്നെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹാൻസ് വൂൾഫ് എന്ന് പറയുന്ന ഒരു പ്ലെയറാണ് ഓസ്ട്രിയയുടെ. അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ്ങറാണ്. 25 വയസ്സാണ് പ്രായം. ഏതാണ്ട് 16 കോടി രൂപയാണ് മാർക്കറ്റ് വാല്യൂ. നമുക്ക് ലെഫ്റ്റ് വിങ്ങേഴ്സ് ഉണ്ട്. പിന്നെ അദ്ദേഹത്തെ കൊണ്ടുവരുമെന്ന് അറിയത്തില്ല. MLS-ലാണ് കളിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു വൂൾഫ് എന്ന് പറയുന്ന പേര് ജർമ്മനി അതുപോലെ ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പേരുകളാണ്. സോ അവിടെ നിന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു പ്ലെയർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും മാനേജറാക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ആ ഒരു ക്ലൂ എന്ന് പറയുന്നത് അഡ്രിയാൻ ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ തന്നെയാണ്. സോ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഞാൻ കുറച്ച് താരങ്ങളെ അതായത് ആ ഒരു വൂൾഫ് എന്ന് പറയുന്ന പേരൊക്കെ വരുന്ന മാനേജറേയും അതുപോലെ തന്നെ പ്ലേയേഴ്സിൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല.